വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിലും UDFിലും NDAയിലും സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ വലിയ നിരയുണ്ടാകുമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പലരുടെയും പേരുകൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടു. അതിൽ സിനിമാ താരങ്ങളും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും സ്പോർട്സ് താരങ്ങളും മുൻ ബ്യൂറോക്രാറ്റുകളും അവർ വരെയുണ്ട് ആ ലിസ്റ്റിൽ. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ, ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ, സിനിമാ താരങ്ങളായ ആസിഫ് അലി, രമേശ് പിഷാരടി, ഉണ്ണി മുകുന്ദൻ, ഫുട്ബോൾ താരങ്ങളായ IM വിജയൻ, U ഷറഫ് അലി തുടങ്ങിയവരൊക്കെ സാധ്യതാ പട്ടികയിലുണ്ട്. അരുൺകുമാർ കായംകുളത്ത് മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറിനെ അവിടെ ഇറക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി തച്ചടി പ്രഭാകരന്റെ മകനാണ് ബിജു പ്രഭാകർ. ആ മേൽവിലാസവും ഗുണകരമാകുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. എന്നാൽ ബിജു പ്രഭാകർ ഇതുവരെ മത്സരിക്കാൻ സമ്മതം മൂളിയിട്ടില്ല. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച കണ്ണൻ ഗോപിനാഥനും UDF സാധ്യതാ പട്ടികയിലുണ്ട്. തൃപ്പൂണിത്തറയിൽ K ബാബു ഇനി മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് കേൾക്കുന്നത്. ഇക്കാര്യം K ബാബു തന്നെ പാർട്ടി നേതൃത്വത്തോട് സൂചിപ്പിച്ചുവെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനാണ് നീക്കം. ഏറെ നാളായി കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ളയാളാണ് സിനിമാ നടൻ പിഷാരടി. UDFിന്റെ ഉറച്ച സീറ്റുകളിൽ ഒന്നിലാണ് അച്ചു ഉമ്മനെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് മിക്കവാറും ആറന്മുളയിൽ വീണ ജോർജിനെതിരെയാകാനാണ് സാധ്യത. ഉണ്ണി മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയായേക്കും. പക്ഷെ എവിടെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമല്ല. വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിലാവും ഉണ്ണി മുകുന്ദനെ പരിഗണിക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വിജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലത്തിൽ ഇപ്പോഴത്തെ രാജ്യസഭാ അംഗം PT ഉഷയെ നിർത്താനും BJP ആലോചിക്കുന്നു. അതുപോലെ ആസിഫ് അലിയെ തൊടുപുഴയിൽ ഇറക്കാനാണ് CPM നീക്കം നടത്തുന്നത്. സിനിമ ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന കാര്യത്തിൽ ആസിഫ് അലി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. വണ്ടൂരിൽ AP അനിൽകുമാറിനെതിരെ IM വിജയനെ ഇറക്കി മണ്ഡലം പിടിക്കാനുള്ള ശ്രമവും CPM തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു മുൻ ഫുട്ബോൾ താരമായ U ഷറഫ് അലിയെ ഏറനാട്ട് LDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനും നീക്കം നടത്തുന്നു. പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും സാഹിത്യകാരൻ ബെന്യാമിനെ മത്സരിപ്പിക്കാനും CPM ശ്രമമുണ്ടെന്നാണ് കേൾക്കുന്നത്. അടുത്ത മാസം നിയമസഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുമെന്ന് UDF വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചത് ഗുണകരമാകും. ഒട്ടും വൈകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ഇടതുമുന്നണി, അതുപോലെ NDAയും. ഏതായാലും കാത്തിരുന്ന് കാണാം. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തി പാർട്ടികൾ സജീവമായി രംഗത്ത് ഇറങ്ങിക്കഴിയും.